അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ചേച്ചിനെ ഫസ്റ്റ് കണ്ടപ്പോ വിചാരിച്ചു ഗേൾ ഫ്രണ്ട് ആയിരിക്കും. ഞാൻ അർജുനെ മീറ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് മോർ ഓഫ് എ പ്രൊഫഷണൽ കൈൻഡ് ഓഫ് എ കോണ്ടാക്ട്. അങ്ങനെ ഒരു പ്രൊഫഷണലി മെന്ററിംഗിൽ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇപ്പോൾ ഒരു. ഇന്ന് എന്റെ കയ്യില് 3 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ BB ഹൗസിലെ ഒരു ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ബോയുടെ ഫ്രണ്ട്സിനെയാണ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഫസ്റ്റിന് ശരിക്കും ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ നിങ്ങൾ ബ്രദേഴ്സ് ആണോ എന്ന് വിചാരിച്ചു പോയി. അർജുന്റെ ഒരു മൈൻഡിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നാ. അത് ശ്രീതു ആവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഹൗ ഹീസ് എന്നുള്ളത് അതാണ് അവൻ. ആദ്യ സമയത്ത് അവന്റെ ഈ അസുഖത്തെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. സ്ലിപ്പായി ബാക്കോട്ട് പോയി ക്ലാസ്സിൽ ചെന്ന് കയറി ഇവിടെ കീറിപ്പോയായിരുന്നു. 52 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. അത് ഒരു മെഡിക്കൽ കണ്ടീഷൻ, ഹിറാമയ എന്നുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഞങ്ങളിപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും, ഈശ്വര ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അവരെ രണ്ടുപേരും ഒരു ലവ് സ്റ്റോറി പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ റീഷെയർ ചെയ്യണോ, നമ്മൾ അതിനെ എന്റർടൈൻ ചെയ്യണോ? അതിന്റെ സിമ്പതി അപ്പുന് ആവശ്യമില്ല. കാരണം അത് അവന്റെ ഒരു കുറവായിട്ട് അവൻ കാണുന്നില്ല. ഫാൻസിനെയൊക്കെ ഡിസപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ സോറി, പക്ഷേ ഫിസിക്കലി ഒരാളെ പോയിട്ട് ഒരു അസോൾട്ട് ചെയ്യുക അതൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ നമുക്ക് അങ്ങനെ തോന്നുന്നു. ഹായ്, ഇന്ന് എൻ്റെ കയ്യിൽ 3 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 3 ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ കണ്ടുപരിചയം ഇല്ലല്ലോ എന്ന്. പക്ഷേ നമ്മുടെ BB ഹൗസിലെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയല്ലേ ഒരു ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ബോയുടെ ഫ്രണ്ട്സിനെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഹലോ, നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിക്കോളൂ, ആരാണെന്ന്. ഞാൻ ആദിത്യൻ, അതെ, പുള്ളി എന്നൊക്കെ പറയുമ്പോ ആരാന്ന് പറയും, നമ്മുടെ അർജുന്റെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണ്. ഓ, നിങ്ങളും ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ടതാണല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച. ഞാൻ ഫസ്റ്റ് വന്നപ്പോ തന്നെ വിചാരിച്ചു കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരിക്കുന്നു. ഇപ്പൊ പറയാ 10 വയസ്സ് ഞാൻ മൂത്തതാന്ന്. ഞാൻ അർജുന്റെ ഫ്രണ്ടാണ്. ഞാൻ അർജുന്റെ ഫ്രണ്ടിനേക്കാൾ കൂടുതൽ മോർ ലൈക്ക് എ സിസ്റ്റർ ടു ഹിം. അപ്പൊ ഞങ്ങൾ തമ്മിൽ അതാ പറഞ്ഞത്, ഒരു 10 ഇയേഴ്സിന്റെ ഒരു ഡിഫറൻസ് ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നത്? ഞാൻ അർജുനെ മീറ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് മോർ ഓഫ് എ പ്രൊഫഷണൽ കൈൻഡ് ഓഫ് എ കോണ്ടാക്ട്. ഞാൻ ലിങ്ക്ഡിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ വർക്ക് ഫോർ ലിങ്ക്ഡിൻ. അപ്പോൾ അർജുൻ ജോബ് MBA കഴിഞ്ഞിട്ട് ജോബ് ആക്റ്റീവായിട്ട് നോക്കുന്ന ഒരു സമയത്ത് എന്നെ റീച്ച് ഔട്ട് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രൊഫഷണലി മെന്ററിംഗിൽ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഒരു നല്ല ഫ്രണ്ടായിട്ടും ഒരു ബ്രദറായിട്ടും അപ്പോൾ എനിക്ക് നിൽക്കുന്നത്. എൻ്റെ പേര് തോമസ്. ഞാൻ അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ പരിചയം ജിമ്മി വന്നാണ്. ഞങ്ങൾ ജിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ അഡ്മിഷൻ അർജുൻ്റെ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്നത്. അതിന്റെ ഒരു രാശി ഉണ്ടോ ജിമ്മിന്? ഇപ്പോ ഉണ്ട്, നല്ല ഇതുണ്ട്, നല്ല രാശി ഉണ്ടല്ലേ. അവൻ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ആദ്യം ആള് അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല. പയ്യെ മിണ്ടി തുടങ്ങി അവന് കംഫർട്ടാന്ന് തോന്നിയാൽ മാത്രമേ അവൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. പിന്നെ ഇങ്ങോട്ട് വന്ന് ആദ്യം കണ്ട ഒരു ഇതൊന്നും അല്ലായിരുന്നു ആള്. ആദ്യം കണ്ട ഭയങ്കര ബോൾഡായിട്ട്, പിന്നെ കഴിഞ്ഞ് കുട്ടിക്കളി മാത്രം ആള്. ഞങ്ങൾ തന്നെ വിചാരിച്ചു ഇയാളാണോ നേരത്തെ വന്ന ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന, അങ്ങനെ വിചാരിച്ചു. അതുപോലെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. പിന്നെ ഞങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിനും ഒന്നിച്ചാണ്. അങ്ങനെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ചേച്ചിനെ ഫസ്റ്റ് കണ്ടപ്പോ വിചാരിച്ചു ഗേൾ ഫ്രണ്ട് ആയിരിക്കും. അത് പൊതുവേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോ ഇടുമ്പോഴൊക്കെ വരുന്ന ഒരു കമന്റ് ആണ്. എനിക്ക് വരും ബോയ് ഫ്രണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ടോളാണ്. പിന്നെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തോന്നിയേക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, അപ്പൊ പിന്നെ അധികം പേഴ്സണൽ ലൈഫ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരാളല്ല. അപ്പൊ ഞാനിപ്പോ അപ്പനെ കൂടെ ഫോട്ടോ ഇട്ട് തുടങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ടാഗ് ചെയ്യും മൈ ലവ്ലി ബ്രദർ. എല്ലാത്തിലും ഞാനിത് ടാഗ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും വരും. നമ്മൾ അവന്റെ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജസ് വരും, ഗേൾ ഫ്രണ്ട് ആണ്, ഗേൾ ഫ്രണ്ട് അല്ല, ഗേൾ ഫ്രണ്ട് അല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവര് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അർജുന്റെ റൂമിക്ക് ആരെയും കേറ്റില്ല അർജുൻ എന്നാണ് അവർ പറഞ്ഞത്. ഭയങ്കര എപ്പോഴും അവന്റെ ഒരു ഇതാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് ഇവിടെ തന്നെ ഇന്റർവ്യൂ എടുക്കാം. അതെ, അർജുന്റെ ഇതൊക്കെ ഭയങ്കര പ്രൈസ്ഡ് പൊസിഷൻസ് ആണ്. അപ്പൊ ആരും അങ്ങനെ റൂമിൽ കയറ്റാ ഇതൊന്നും മാറ്റാനൊന്നും അർജുൻ സമ്മതിക്കില്ല. ഇതെല്ലാം അർജുന്റെ സിഗ്നേച്ചർ ആണ്. അപ്പൊ അവനത് അതുപോലെ തന്നെ വേണം. ഭയങ്കര ഒരു എനിമേ ഫാൻ തന്നെയാണ് അല്ലേ? അതായത് എപ്പോ തുടങ്ങിയത്? അത് വർഷങ്ങളായിട്ട് തുടങ്ങിയ ഇതാണ്. എൻ്റെ ഞാൻ പരിചയപ്പെട്ടിട്ട് എനിക്കറിയാൻ പറ്റിയത്, അവൻ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ അവൻ ഇതിന്റെ വലിയ ഫാനാണ്. മിക്ക സീരീസും അവൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഫസ്റ്റിന് ശരിക്കും ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ നിങ്ങൾ ബ്രദേഴ്സ് ആണോ എന്ന് വിചാരിച്ചു പോയി. സെയിം ലുക്ക് ഇവിടെ വന്നപ്പോഴും ചോദിച്ചു ബ്രദർ ഉണ്ടെന്ന് തോന്നുന്നു എന്നപ്പോ പറയാം, അല്ല ഞാൻ ബ്രദർ അല്ല, ഞാൻ എന്റെ ഫ്രണ്ടാണ്. ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പം അവൻ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം ഞാൻ ഒരാളെ ഉള്ളെന്ന്. എങ്കിൽ പോലും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കസിൻ ആണോ എന്റെ ബ്രദറാണോ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ഒറ്റ മോനാണ്. ഞാൻ ഒരാളെ ഉള്ളു. അതെ. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ വരുമ്പോ ലാലേട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രമോലും ഐ മീൻസ് അതിലും കാണിച്ചായിരുന്നു ലാലേട്ടൻ ഫാൻ. പണ്ടേ മുതലേ ലാലേട്ടൻ ഫാൻ ആയിരുന്നു അർജുൻ. ഭയങ്കര ഫാനാണ് ലാലേട്ടന്റെ. അപ്പു ഭയങ്കര ഓതന്റിക് ആണ്. ഇപ്പൊ നിങ്ങൾ എന്താണ് ഷോയിൽ കാണുന്നത് അതാണ് അർജുൻ. അർജുൻ അവിടെ പോയിട്ട് ഒരു ഗെയിമോ അല്ലെങ്കിൽ സ്ട്രാറ്റജി അതൊന്നും അല്ല. കാരണം ആ ഒരു ഹൗസിൽ നിൽക്കുമ്പോൾ യു ഹാവ് ടു ബി ഓതന്റിക് എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. നോർമലി ആള് കാം ആൻഡ് കമ്പോസ്ഡ് ആണ്. അപ്പൊ എല്ലാവരും അവിടെ അർജുനെ കാണുമ്പോഴും എല്ലാവർക്കും അറിയാം അധികം സംസാരിക്കില്ല, വേണ്ട സമയത്ത് മാത്രം വോയിസ് റേസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അവനും അറിയാം അവനൊരു ബിയോണ്ട്, അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആളുകളെ. മാറേണ്ടത് അവരാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരാളാണ് അപ്പു. അപ്പോൾ അപ്പുവിനിപ്പോ അത് ഹൗ ഹീസ് എന്നുള്ളത് അതാണ് അവൻ. അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഗെയിം പ്ലാനോ ഒന്നും ചെയ്ത് പോയ ഒരാളല്ല. അതിപ്പോ ഞങ്ങളുടെ ഇടയിലാണെങ്കിൽ തന്നെ കൂടുതലായിട്ടും ഞങ്ങൾക്കൊരു കാര്യത്തിന് അവൻ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. നമ്മുടെ ലൈഫാണ്, വി ഹാവ് ടു ചേഞ്ച് എന്നുള്ളത് അവനറിയാം. അപ്പൊ അതാണ് അവിടെ കാണുന്നത്, ഒരു റിഫ്ലക്ഷൻ ആണ്. അതെ, പക്ഷെ നമ്മൾ കാണുമ്പോഴായാലും ചില കമന്റ്സ് ഒക്കെ വരുമ്പം ഒന്നിലും ചില സമയത്ത് ഇടപെടുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊരു സംഭവമൊക്കെ ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു എന്താ ഇപ്പൊ അവിടെ പോയിട്ട് ഇത് വേറെ എന്തെങ്കിലും ഗെയിമും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാണോ അതോ വീട്ടിലും ശരിക്കും ഇങ്ങനെ അധികം ഇടപെടാത്ത ഒരാളാണോ? ഒരിക്കലും അതൊരു ഗെയിം അല്ല. അർജുൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. അവന്റെ ഓതന്റിക്, അവൻ ഭയങ്കര ട്രൂ ആയിട്ടുള്ളൊരു ആളാണ്. അപ്പൊ അത് തന്നെയാണ്. കാരണം അവിടെ പോകുമ്പോഴും ഒരു ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളായിട്ട് ഗെയിം വിൻ ചെയ്തിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവൻ എന്താണ് അങ്ങനെ തന്നെ ആ ഗെയിം കളിക്കണം, അങ്ങനെ തന്നെ വിൻ ചെയ്യണം, ആ ഒരു ടൈറ്റിൽ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ അർജുൻ, ഞങ്ങളുടെ അപ്പു എന്ന് പറയുന്നത്. അതാണ്, ഒരു മാറ്റം വന്നിട്ടില്ലാണ് എന്നാണ് പറയണത്. അപ്പം ഇപ്പൊ അർജുന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനത്തെ ഉള്ള ആൾക്കാരെ ആയിരിക്കും അർജുൻ കൂടുതൽ ചൂസ്? അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ ഓരോരുത്തർക്ക് ഓരോ അട്രാക്ട് ആവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം എങ്ങനത്തെ ഫ്രണ്ട്സുമായിട്ടാണ് കൂടുതൽ, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരാളെ കാണുമ്പോൾ കൂടുതൽ മിങ്കിൾ ആവൊക്കെ ഉണ്ടാവും അർജുൻ? അർജുൻ എന്ന് പറയുമ്പോൾ അർജുന്റെ പ്രൊഫഷൻ അറിയാം, ഒരു മോഡലാണ് ആൻഡ് യൂത്ത് ആണ്. പക്ഷെ ഒരിക്കലും ഒരു പാർട്ടി ലൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്ന ഒരാളെ അല്ല. അറിയുന്ന ഒരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, കുറച്ച് സ്പിരിച്വൽ ലൈഫ് സ്റ്റൈലാണ് അപ്പുവിന്റെ. അപ്പോ ഒന്നിനെയും ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. അപ്പൊ അപ്പുവിന്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സർക്കിളാണ്. ഒരു ഒന്നിനെയും ടൂ മച്ച് ആയിട്ട് ഒരു അഡിക്ഷൻ ഇല്ലാതെ നമുക്ക് എന്താണ് നല്ലത് അതിനനുസരിച്ച് നോക്കി ചെയ്യുന്ന ഒരാൾ. അപ്പൊ ആളുടെ സർക്കിളും സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. അവിടെ പോകുമ്പോ കൂടുതലായിട്ട് ഋഷിനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നത്. അപ്പം അങ്ങനെ തന്നെ ശരിക്കും അങ്ങനത്തെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഒരാൾ തന്നെയാണല്ലേ. കമ്പോസ്ഡ് ആണ് അവന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ്. കണ്ടില്ലേ അങ്ങനത്തെ ഒരു സർക്കിളാണ് അപ്പു ചൂസ് ചെയ്യാം. അപ്പോൾ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ ഒരു കാം ആൻഡ് കമ്പോസ് ലൈഫ് സ്റ്റൈൽ ആണ്. അപ്പൊ അവന്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണെങ്കിൽ കൂടി ഒരു തോട്ട് പ്രോസസ് എല്ലാവരുടെയും കൈൻഡ് ഓഫ് കംപ്ലീറ്റ്ലി അല്ല, പക്ഷെ ഒരു 60% എല്ലാവരുടെയും തോട്ട് പ്രോസസ്സും സെയിം ആണ്. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഭയങ്കര കാം ആൾക്കാർ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് ഇപ്പൊ ചേച്ചി മാത്രം സംസാരിച്ചോണ്ടിരിക്കാം. ഇവരൊക്കെ കേട്ടോ അങ്ങനെ കാം എന്നല്ല ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു ടൂ മച്ച് ഒന്നിനും ഓവറായിട്ട് തന്റെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ നോക്കാത്തൊരു വ്യക്തിയാണ്. അടുത്ത് കണ്ടാലും അടിപൊളിയാണ്. അപ്പൊ ദൂരെ നിന്ന് കണ്ട അടിപൊളിയല്ലേ? അങ്ങനെയല്ല, ആദ്യം സംസാരിച്ച് ഇപ്പം ഒരാളെ പുതിയതായിട്ട് കണ്ട് അയാളോട് സംസാരിക്കാൻ ഭയങ്കര പാടായിരിക്കും. കണ്ട് ചിരിച്ചു കാണിക്കുക പോകും, സംസാരിക്കും പരിചയമുണ്ട് ആ ഇതിലങ്ങ് പോകും. അതേ സമയത്ത് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും ഇവനാണോ നേരത്തെ ആള് ഭയങ്കര പാവാണ്, ആളുടേതായ കുറെ കാര്യങ്ങളുണ്ട്, കുറെ വാല്യൂസ് ഉള്ള ഒരാളാണ്. പിന്നെ നമ്മുടെ സർക്കിളിൽ വന്ന് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾ എല്ലാവരും മലയാളം മൂവീസിന് ഭയങ്കര ഫാൻസ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയുന്ന കൂടി മലയാളം മൂവി ഡയലോഗ് വെച്ചിട്ടും നിങ്ങൾ സംസാരിക്കും. ഞങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കൂടി ഞങ്ങൾ കുറെ മലയാളം മൂവി ഡയലോഗ്സ് അതിൽ വരും. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ തന്നെ പറഞ്ഞത് ഈശ്വര ഇനി ഹൗസിൽ പോയാൽ അങ്ങനത്തെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ സംസാരിക്കും. ഇപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ പോകുമ്പോ നിങ്ങൾക്ക് കാണാം ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളതും ഫൺ ലവിങ് ആയിട്ടുള്ളതും അർജുനാണ്. അർജുൻ ചിലപ്പോഴേ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയൂ, ഒരു തമാശ പറയും, പക്ഷെ അത് ഭയങ്കര അങ്ങനെ ഒരാളാണ്. നിങ്ങൾ ഇത്രയും പേരെ പരിചയപ്പെട്ടിട്ട് എത്ര വർഷമായി? അപ്പം
എനിക്ക് ഞങ്ങൾ ഒരു 4 years ആയിട്ട് എന്നെ അറിയാം. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലി കണക്ട് ആയതാണ്. പക്ഷെ ഹീസ് ലൈക്ക് എ ബ്രദർ ഫോർ മീ. ഇവര് ഞങ്ങൾ 3 കൊല്ലം 3 കൊല്ലം. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ തരംഗം പോലെ ഇപ്പം ബിഗ് ബോസിൽ കയറിയ ശേഷം വന്നോണ്ടിങ്ങനെ റീൽസിന് വന്നോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോർമേഷൻ അർജുന്റെ. അപ്പം ആ ട്രാൻസ്ഫോർമേഷനിൽ ചേട്ടനൊരു ഭാഗമായിരുന്നോ? ഇവിടെ അവൻ ഇവിടെ വന്നതിന് മുമ്പായിരുന്നു അത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ കുറച്ചുകൂടി ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയതും മറ്റുള്ളവർ കാണാൻ തുടങ്ങിയതും അപ്പോഴാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവൻ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ ആയതിനു ശേഷമാണ് ചേട്ടന്റെ ജിമ്മിലോട്ട്. അത് കഴിഞ്ഞിട്ട് ചേട്ടന് കാണിച്ചു തന്നെ എങ്ങനെയായിരുന്നു ഞാൻ പണ്ട്. അപ്പൊ ഞെട്ടിയാ? അപ്പം ആദ്യ സമയത്ത് അവന്റെ അസുഖത്തെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ആദ്യ സമയത്ത് ഇവന് അപ്പർ ബോഡി കുറവായതുകൊണ്ട് ഞാൻ എപ്പോഴും അവനോട് പറയണം വെയിറ്റ് കൂട്ടുന്നത്. അപ്പം അപ്പർ ബോഡി വീക്കാണ്. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകും, അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഒരുപാട് ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇന്നുപോലെ എനിക്കൊരു ഇതുണ്ട്, അസുഖമുണ്ട്, എന്നാന്ന് പറഞ്ഞു തന്നത്. അതിൽ പിന്നെ ഞാൻ അത് ചെയ്യാറില്ല. പിന്നെ ലൈറ്റ് വെയിറ്റിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൻ അങ്ങനെ ചെയ്ത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ജിമ്മിൽ വെച്ചിട്ട് അവനൊരു കുറെ നാള് ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഷൂട്ടൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഒരു വലിയ ഷൂട്ട് കിട്ടി. അപ്പൊ ആ ഷൂട്ടിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് കുറെ ഡ്രീംസ് ഉണ്ടായിരുന്നു. അവിടെ പോകണം, ഇവിടെ പോകണം. ട്രാവലിംഗ് മൈൻഡ് എനിക്കാണല്ലോ അവനാണല്ലോ ഭയങ്കര ട്രാവലിംഗ് മൈൻഡ് ആണ്. അതുപോലെ ശിവൻ ഭയങ്കര ഫേവറേറ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം അങ്ങനെ കുറെ ശിവക്ഷേത്രം പോകണം, അങ്ങനെ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാനിങ് ഒക്കെ സംസാരിച്ച് ഞങ്ങൾ ഇരുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ ഫ്രണ്ടും കൂടി, ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, ആ ടോം എന്ന് പറഞ്ഞത്. അപ്പൊ അവനും ഇവനും കൂടി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് ഇറങ്ങിയ സമയത്ത് കാല് സ്ലിപ്പായി ബാക്കോട്ട് പോയി ഗ്ലാസ്സിൽ ചെന്ന് കയറി ഇവിടെ കീറിപ്പോയായിരുന്നു. അപ്പൊ അവനവിടെ മസിൽ കുറവായതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് നല്ല ഇഞ്ചുറി ആയി. 52 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ജിമ്മിൽ വെച്ചിട്ട്. അങ്ങനെ ആ ഷൂട്ട് പോയി. ഓ, അപ്പൊ അത് ഭയങ്കര വിഷമായിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയാണ് ആ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ 1 മാസത്തോളം റെസ്റ്റിലായിരുന്നു ആള്. അപ്പൊ ഇപ്പോഴും അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും? മീൻസ് ആ ഒരു സൈഡ് ഓൾറെഡി പാരലൈസ് ആയി എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആളതിനെ ഓവർകം ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്നേ ഉള്ളു. അല്ലാണ്ട് അതിനെ വെച്ചിട്ടുള്ള ഇതൊന്നുമില്ല ആൾക്ക്. അതിന്റെ കാരണം നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞ കേട്ടേ ഗ്രിപ്പ് കിട്ടുന്നില്ല. അത് ചില സമയത്ത് ഗ്രിപ്പ് കിട്ടില്ല അവന്. അത് ഒരു മെഡിക്കൽ കണ്ടീഷൻ, ഹിറാമയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ കുറച്ച് അപ്പർ ബോഡി സ്വാധീനം കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച്, പക്ഷെ അത് ആർക്കും അറിയില്ല. അപ്പോൾ അതിനെ പറ്റി ആരോടും പറയില്ല. ഞാൻ തന്നെ എന്നോട് തന്നെ ഇപ്പൊ അടുത്താണ് പോകുന്നതിന് മുമ്പ് അതിന്റെ സിമ്പതി അപ്പൂന് ആവശ്യമില്ല. കാരണം അത് അവന്റെ ഒരു കുറവായിട്ട് അവൻ കാണുന്നില്ല. അതില് ആ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അവനത് വർക്ക് ചെയ്യാണ്, അതിൽ അവന്റെ ബോഡിയിൽ വർക്ക് ചെയ്യാണെന്നുള്ളത് അതൊരു ലിമിറ്റേഷൻ ആയിട്ട് കാണുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുന്റെ ഒരു മീൻസ് മൈൻഡിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നാ? അർജുൻ ഭയങ്കര അഡ്ജസ്റ്റിംഗ് മെന്റാലിറ്റിയാണ്. അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്നത് കോംപ്രമൈസ് അല്ല. അർജുൻ ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആണ്. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരാൾക്ക് ഫുള്ളി അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രണ്ടുപേരുടെ ഈക്വലി അതിലൊരു പാർട്ട്ണർഷിപ്പ് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പു ഭയങ്കരമായിട്ട് ഒരു സിറ്റുവേഷൻ വന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും അപ്പു റെഡി. പക്ഷെ അയ്യോ, ഇതൊക്കെ അവിടെ ഇതിന്റെ മെയിൻ ഫാൻസ് ഗേൾസ് ആണ്. അവരതൊക്കെ കേൾക്കാൻ വേണ്ടി അപ്പൊ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആണ്. ഇപ്പൊ കാണും ഇവിടെ അപ്പുന്റെ മമ്മി ആണെങ്കിലും പപ്പയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആണെന്നുള്ള ഒരു ഫീലിംഗ് അല്ലല്ലോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾക്ക് അതുപോലെയാണ് അപ്പുന് ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അപ്പുന്റെ ഒരു പെൺകുട്ടി ആണെങ്കിലും അതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കും. അത് പെർട്ടിക്കുലർലി അവൻ പോയിട്ട് അങ്ങനെ ചൂസ് ചെയ്യല്ല, പക്ഷെ അങ്ങനെ ആയിരിക്കും. അതിപ്പോ ഒരു ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലി ഓറിയന്റഡ്, വീട്ടുകാരെ മനസ്സിലാക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും. അത് ശ്രീതു ആവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനെപ്പറ്റി നമ്മള് കമന്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. കാരണം ഇതിനെപ്പറ്റി ഇപ്പൊ ഒരു ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ശ്രീതു ആണെങ്കിലും അർജുൻ ആണെങ്കിലും അങ്ങനെ ഒന്നും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബിഹേവിയർ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് പുറത്താണ് ആളുകൾ പറയുന്നത്. അപ്പൊ നമ്മൾ വീട്ടുകാർ അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, അവരെ കാണുമ്പോ കൊള്ളാലോ, അവരുടെ കപ്പിൾ നൈസ് ആയിട്ടല്ലോ തോന്നിയിട്ടില്ലേ? അല്ല, അപ്പൊ അവിടെ പോയത് വേറൊരു ഇന്റൻഷൻ വെച്ചിട്ടല്ലേ. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഓക്കെ അപ്പുന് റിലേഷൻഷിപ്പ് ആവോ അല്ലെങ്കിൽ അവർ രണ്ടൊരു കപ്പിളോ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഞങ്ങളുടെ ഫോക്കസ് ആണ് അപ്പു എങ്ങനെ ഇരിക്കുന്നു. അതെ, അതാണ്. ശ്രീധുവിന്റെ വീട്ടിലെന്നാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്കറിയാം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അവൻ എല്ലാരും വിചാരിക്കും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരാളായിരിക്കും ചൂസ് ചെയ്യുന്നത്. പക്ഷെ അവന്റെ മൈൻഡിലുള്ള ഒരു പെൺകുട്ടി അല്ല. കാരണം പ്രത്യേകിച്ച് പറയുകയും ചെയ്തു, നല്ല
സാരി എടുത്ത് ജിം കെട്ട് ഹാഫ് സാരി അതുപോലെ ദാവണി ഒക്കെ കൊടുത്ത് വന്ന ഗേൾസിന് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ പാലക്കാട് അഗ്രഹാരം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അങ്ങനെയുള്ള ഞാനും ആലോചിച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഈ ഒരു ഇതാണോ എന്റെ മൈൻഡിലെന്ന്. അല്ല, ഈ ഡയലോഗ് പറഞ്ഞല്ലേ എനിക്ക് സാരി എടുത്ത് ജിം കെട്ടുള്ള, അപ്പൊ അതിന്റെ പിറ്റേ എപ്പിസോഡ് തന്നെ ശ്രീത് സാരി എടുത്ത് വന്നപ്പോ ഞങ്ങളും കാണുന്നുണ്ട്. അതെ, ഞങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ അവന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ഈശ്വര ഇങ്ങനെ വരുന്നുണ്ടല്ലോ അവരെ രണ്ടുപേരും ഒരു ലവ് സ്റ്റോറി പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ റീഷെയർ ചെയ്യണോ, നമ്മൾ അതിനെ എന്റർടൈൻ ചെയ്യണോ? കാരണം ഞങ്ങൾക്ക് അറിയാം അവിടെ സംഭവിക്കുന്ന അതല്ല, ഞങ്ങൾക്ക് അപ്പുനെ നന്നായിട്ട് അറിയുന്നുണ്ട് അതല്ല അവിടെ സംഭവിക്കുന്നത് അതല്ല എന്ന്. ഞങ്ങൾക്ക് ഫാൻസിനെയൊക്കെ ഡിസപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ സോറി, പക്ഷെ അങ്ങനെ ഒരു പ്ലോട്ട് അവിടെ നടക്കുന്നില്ല അവരുടെ ഇടയിൽ. അപ്പൊ എന്തായാലും ഈ ഇപ്പം അർജുന്റെ കുറെ ഫാൻസ് മെസ്സേജ് അയക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ അയക്കുന്നുണ്ട്. പെൺകുട്ടികളാണ്. എന്തൊക്കെയാ അവര് പറയാറ് മെയിനായിട്ട്? പെൺകുട്ടികള് നമുക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ മാനേജ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണെന്ന് അവർക്കറിയാം. അപ്പോ വരുന്ന മെസ്സേജസ് ഒക്കെ അതുകൊണ്ട് തന്നെ അത്ര എക്സ്ട്രീം മെസ്സേജസ് ഒന്നും വരുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം എ ഹ്യൂജ് ഫാൻ. പിന്നെ കൂടുതലും ഞങ്ങൾ കുറെ റീൽസ് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ റീൽസ് ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല, പക്ഷെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതില് വി ആർ സോ താങ്ക്ഫുൾ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ് കാണുമ്പോൾ. കാരണം ഞങ്ങൾ ചെയ്യേണ്ട പകുതി ജോലി അവര് ചെയ്യുന്നുണ്ട്, കുറച്ച് കുറവാണ്. എവറി 1 മിനിറ്റ് ഇപ്പൊ അവന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ 1 മിനിറ്റിൽ ഇങ്ങനെ റീൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. കൂടുതലും പെൺകുട്ടികളാണ്. ആൻഡ് വി ആർ ഹാപ്പി. ഞങ്ങൾ അതിൽ ഹാപ്പിയാണ്. അല്ല, ഈ പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടികൾക്ക് കേൾക്കാൻ ഒരു താല്പര്യമുണ്ട്. മീൻസ് അർജുന്റെ ഒരു പ്രണയത്തെ പറ്റിയിട്ട്. അപ്പം മുന്നേ റിലേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു അർജുന്റെ? ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അവന്. നോണ പറയാറുണ്ട്. അല്ല, അർജുന എല്ലാ കാര്യം അറിയാവുന്നതുകൊണ്ട് പറയാം. അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. അവൻ നേരത്തെ പണ്ട് ക്രഷ് ഒക്കെ തോന്നി. അവൻ അതിന്റെ അകത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അർജുൻ. ഞങ്ങൾ പറഞ്ഞില്ലേ അവൻ എന്താണോ ക്രഷ് തോന്നിയത് എന്താ പറഞ്ഞ ഏതോ ടീച്ചറെ 1ാം ക്ലാസ് പഠിക്കുമ്പോ നമുക്ക് തോന്നുന്ന ക്രഷ് ഒക്കെ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഫുൾ എപ്പിസോഡിൽ ഇരുന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇല്ല, അവൻ അങ്ങനെ അറിയാവുന്ന പറഞ്ഞത് അവൻ പറഞ്ഞുള്ള അറിവ്. പിന്നെ എന്താണോ അവൻ അതാണ് അതിന്റെ അകത്ത് അവൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അയ്യോ ഗേൾസ്, അപ്പൊ നിങ്ങൾക്ക് ഒരു ചാൻസ് കിടക്കുന്നുണ്ട് പറയുന്നത്. പിന്നെ അർജുൻ അത്ര എല്ലാം ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കുകയാണ്, അർജുൻ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവൻ അതിനെപ്പറ്റി പറയില്ല. അവൻ ചിലപ്പോൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്രഷ് തോന്നിയാലും അവൻ ആദ്യം തന്നെ ആരുടെ പോയി പറയില്ല. ആ ഒരു ക്രഷ് ഡെവലപ്പ് ആയിട്ട് അത് വേറൊരു സ്റ്റേജിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫാച്യുവേഷനോ അല്ലെങ്കിൽ ഒരു ലവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി അപ്പൊ സംസാരിക്കും. ലൈവ് ഒക്കെ ഫുൾ കാണാറില്ലേ? എനിക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ പ്രൊമോ വരുമല്ലോ, പ്രൊമോയിൽ ഇപ്പൊ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ഉണ്ട്, അത് നമ്മൾ മിസ് ചെയ്യരുതെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ സമയം ഉണ്ടാവും. പക്ഷെ മിക്കവാറും ഒരു സമ്മറി എന്തായാലും 9 മണിക്ക് ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, അതിലെല്ലാം ക്യാച്ചപ്പ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവ് ആണ്. ഒന്ന് ഫാൻസിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒന്ന് ഫാമിലിക്ക് ആയിട്ടുള്ളതുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് അല്ല, അത് ഞങ്ങൾ തന്നെ ആഡ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലേ? നമ്മളല്ല തുടങ്ങിയത് കേട്ടോ, വാട്സ്ആപ്പിൽ അങ്ങനെ നമ്മളെ ആഡ് ചെയ്യും. വാട്സ്ആപ്പിലും ആർമി ഉണ്ടെന്ന് ഒരു ആർമി എന്നെ ബ്ലോക്ക് ചെയ്തു. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ക്ലാരിഫൈ ചെയ്തൊരു കാര്യമാണ്. അർജുന്റെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഞാൻ ഒരു പോസ്റ്റ് വളരെ ക്ലാരിഫൈ ചെയ്തിട്ടതാണ്, ഗേൾഫ്രണ്ട് അല്ല 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 അല്ല. ഇപ്പൊ അർജുൻ നല്ല രീതിക്ക് ഇങ്ങനെ കളിച്ച് വരുന്നുണ്ടല്ലോ ബിഗ് ബോസിലേക്ക്. അപ്പൊ ഫസ്റ്റ് വീക്കില് കുറച്ചൊരു ക്യാപ്റ്റൻ ആയിരുന്നുണ്ടെങ്കിലും കുറച്ചൊരു ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് ആൾക്കാർ പൊതുവെ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ നല്ല നല്ല രീതിക്ക് കളിച്ച് വന്നിട്ട് എത്തി നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് അർജുനായിട്ട്, ഇപ്പൊ എന്തെങ്കിലും ഒരു മെസ്സേജ് അർജുന് കൊടുക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാം? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബി ഓതന്റിക്. കാരണം അവിടെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളായിട്ട് ജയിക്കാൻ വന്നതല്ല. കാരണം തിരിച്ച് നമ്മൾ ഇങ്ങോട്ടൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അതവിടെ കാണിക്കുക. നമുക്കൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതവിടെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. പിന്നെ അതൊരു വീടായിട്ട് കാണുക. ഇതൊക്കെ എന്തൊക്കെ ഗെയിം ഉണ്ടെങ്കിലും എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലേ. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ മനുഷ്യരാണ്. അപ്പൊ ആ ഒരു മനുഷ്യത്വം വിട്ട് കളിക്കാതിരിക്കുക. എത്ര വലിയ ഗെയിം ആണെങ്കിലും കൂടെയുള്ള ആളുകളെ മറന്ന് കളിക്കാതിരിക്കുക. പിന്നെ ബി യുവർ സെൽഫ്, ബി ഹിസ് ഓതന്റിക് വേർഷൻ. അത് അർജുനോടല്ല, എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്. അർജുനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം പറഞ്ഞല്ലോ അർജുൻ ആദ്യം പയ്യതായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അവൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പതിയെ എടുക്കുള്ളൂ. അതുപോലെ തന്നെയാണ് അവൻ നമ്മളെ കാണിക്കുന്നതും. അവൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണോ അർജുൻ അതവനോട്. ഇപ്പൊ അർജുൻ തീരെ അങ്ങനെ കമ്പനി ആയിട്ടില്ല, അടുത്തിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, അതിനേക്കാൾ കൂടുതൽ മേ ബി
അർജുന്റെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സ്പെസിഫിക്കലി എടുത്ത് പറയാനില്ല. നമ്മളിപ്പോ ഒരു ക്ലാസ്സിലാണെങ്കിലും 10-30 പേരിൽ എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരുപോലെ ഈക്വലി എക്യുപ്ഡ് ആവില്ലല്ലോ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ. അപ്പൊ അതുപോലെ തന്നെ അവിടെ തോന്നി. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും പോയി ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവും. നമ്മുടെ സ്വന്തം വീട്ടിൽ അങ്ങനെയാണെങ്കിൽ അതൊരു അതെ, പക്ഷെ അവിടെ കുറച്ചുകൂടി എന്താ പറയാ, അവരുടെ ആ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂം കുറച്ചും കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നിങ്ങക്ക് അർജുൻ അല്ലാണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആരാ? എനിക്ക് പേഴ്സണലി ഞാൻ പറയാണ്, എനിക്ക് സിജോനെ ഇഷ്ടമാണ്. കാരണം നല്ലൊരു സ്റ്റാൻഡുള്ള ഒരു വ്യക്തിയാണ്. ആളുടെ ഒരു തോട്ട് പ്രോസസ് ആണെങ്കിൽ തന്നെ ഒരു എത്തിക്സോട് കൂടി കളിക്കുന്ന ഒരു വ്യക്തിയാന്ന് തോന്നിയിട്ടുണ്ട് സിജോനെ. അപ്പോ സിജോ ഇസ് ഗുഡ്. അപ്പൊ സിജോക്ക് അടിയൊക്കെ കിട്ടിയിട്ട് വരേണ്ട റെസ്റ്റിലല്ലേ? അതിപ്പോ എങ്ങാനും അർജുനാണ് അടി കിട്ടിയിരുന്നെങ്കിലോ? അർജുൻ അടി മേടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കില്ല, അത് ഉറപ്പാണ്. ഒരിക്കലും ഉണ്ടാക്കി. ഇപ്പൊ എന്തെങ്കിലും ഇതേപോലെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പ്രവോക്ക് ചെയ്യുമ്പോ പെട്ടെന്ന് പ്രവോക്ക് ആവുന്ന ആളാണോ, അതോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്? നിങ്ങൾ നോക്കുമ്പോ തന്നെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് വേറെ അർജുനും പ്രൊവോക്ഡ് ആവായിരുന്നു. ഒരു റീസൺ ഇല്ലാതെ അർജുനെ ജയിലിലേക്ക് അയച്ചു. അപ്പൊ പ്രൊവോക്ഡ് ആവുമ്പോൾ അവനതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവനെ ഒരാൾ വന്ന് അടിക്കേണ്ട ഒരു രീതിയിൽ അർജുൻ പ്രൊവോക്ഡ് ആവില്ല. അപ്പോൾ സിറ്റുവേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്, അർജുന്റെ നേരെ ഉണ്ടായിട്ടുണ്ട്, ചുറ്റുമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പ്രൊവോക്ഡ് ആയിട്ട് ശ്രമിച്ചോ ഞാൻ പ്രൊവോക്ക് ആവില്ല. ഫിസിക്കലി ഒരാളെ പോയിട്ട് ഒരു അസോൾട്ട് ചെയ്യുക, അതൊന്നും അങ്ങനത്തെ പരിപാടി പറ്റില്ല. ഇതുവരെ നമുക്ക് അങ്ങനെ തോന്നുന്നു. അല്ല, എന്താ പറയാ, ജയിലിലേക്ക് ഒന്നും കാണിക്കാണ്ട് എന്നെ പറഞ്ഞയച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ പോയിട്ട് പാലെടുത്ത് കട്ട് കുടിക്കുന്നു, അതെടുത്ത് അങ്ങനെയാ. അതാ പറഞ്ഞ അർജുനെ പ്രൊവോക്ക് ചെയ്ത മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്രയൊക്കെ അവൻ ചെയ്യുള്ളൂ, അല്ലാണ്ട് ഒരിക്കലുമില്ല. ആരുടെ ഒരു ഫീലിങ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും ഓരോരോ കുറുമ്പുകൾ ഒപ്പിക്കാറുണ്ടോ? കുറുമ്പ് തന്നെ അർജുന്റെ ഫേവറേറ്റ്. അർജുൻ ഇവിടെ മമ്മീനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അത് എപ്പിസോഡിൽ ആ ഒരു ഇൻട്രൊഡക്ഷന്റെ സമയത്ത് കൂടി എല്ലാവരും കണ്ടു കാണും. അപ്പൊ അർജുൻ ഇവിടുന്ന് പോയപ്പോ തന്നെ ആദ്യം പറഞ്ഞത് മമ്മിയെ പറ്റി ആരും സംസാരിക്കരുത്, അർജുൻ പെട്ടെന്ന് ഇതാവും. അപ്പൊ കുറുമ്പല്ല, എല്ലാവരുടെയും ഒരു പെറ്റാണ് അർജുൻ. ഭയങ്കര ഇവർക്ക് ഭയങ്കര അപ്പൂന്ന് വിളിക്കുമ്പോ തന്നെ അത് മനസ്സിലാവും എല്ലാം ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ച് പോകുമ്പം ആള് ഭയങ്കര വീക്കായി പോവാറുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യുമ്പോൾ അവൻ സ്ട്രോങ് ആവുക ചെയ്യുന്നത്. കാരണം അവന് നല്ലൊരു സ്റ്റോറി ഉണ്ട്. വെറുതെ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ഇല്ലാതെ പോയ ഒരാളല്ല. ഹി ഹാസ് എ വെരി സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും സ്റ്റോറിയിലുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു സ്റ്റോറി, ആ ഒരു ലെസൺ ആണ് അപ്പുവിനെ അപ്പുവാക്കിയത്. കാരണം കുറെ റിജക്ഷൻസ് വന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടില്ലേ, അതിന് മുമ്പ് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കുറെ സിനിമകളിൽ നോക്കിയ വെറുതെ കൂട്ടത്തിലൊക്കെ അതിപ്പോ ആൾക്കാർ കുറെ കുത്തിപ്പോക്കുന്നുണ്ട്. ഈ മൈജിയുടെ ഒരു ആഡില് തന്നെ, ലാലേട്ടന്റെ ഒരു ആഡില് ഏറ്റവും പുറകില് അവനെ കാണാനും കൂടി പറ്റില്ല, ഹൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രം കുറെ റിജക്ഷൻസും അല്ലെങ്കിൽ കുറെ ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോയ ഒരാൾ. അപ്പൊ അതൊക്കെ ഹി സ്ട്രോങ്. അത് കണ്ടിട്ട് വന്നിട്ട് ലാലേട്ടനെ കുറിച്ച് പറയണം കേൾക്കണായിരുന്നു. ഭയങ്കര ഒരു എന്താ ഈ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ഭയങ്കര ഇതാണ് അവൻ പറയുന്നത്. നമുക്ക് തന്നെ നമ്മൾ നേരിട്ട് ലാലേട്ടനെ കാണുന്ന ഒരു ഫീലാണ്. അവൻ വന്ന് നമ്മുടെ അടുത്ത് ഈ സ്റ്റോറി പറയുമ്പോൾ മൈജിൽ ഷൂട്ടിന് പോയിട്ട് വന്ന് ലാലേട്ടൻ പോയിട്ടില്ല, അവിടെ കാരവാനിലേക്ക് പോയില്ല, അവിടെ തന്നെയാണ് ഫുൾ ഷൂട്ട് തീരുന്നവരെ അവിടെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാ രസമാണെന്നറിയോ, ഭയങ്കര ഇതാണ്. അതുപോലെയാണ് അവൻ പറയുന്നത്. അവൻ പറയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ലാലേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്, ആ ഒരു ഇത് ലൈക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവം ലോഞ്ച് എപ്പിസോഡിൽ ഉണ്ടായത്. കാരണം എല്ലാവരും ലാലേട്ടാ എന്നിട്ട് അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കുമ്പോ ലാലേട്ടനാണ് ഇങ്ങോട്ട് ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചത് അർജുന്റെ അടുത്ത്. അർജുൻ അവിടെ ഇരിക്കുമ്പോ അറിയില്ലല്ലോ അത് പുറത്ത് എത്രമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു വാക്ക് മൂവ്മെന്റ് ആയിരുന്നു. കുറെ റീൽസും ഫോട്ടോസും അതൊക്കെ വന്നപ്പോ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. ഇപ്പോഴും അർജുൻ അറിയില്ലല്ലോ പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങൾക്കറിയാം അർജുനെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്. അർജുൻ ഒരു വീട്ടിലൊരാളെ പോലെ കാണുന്ന കുറെ ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ ഫാൻസ് ആയിട്ട് നിൽക്കുന്നത് അർജുനായിരിക്കും എന്നുള്ളൊരു. ആക്ച്വലി അർജുന്റെ ഈ ഒരു 3 വീക്സ് മുമ്പ്, ഇപ്പൊ വീക്ക് 3 ആണ് നടന്നു വന്നിരിക്കുന്നത്. വീക്ക് 1 അർജുൻ ഇവിടുന്ന് പോകുമ്പോൾ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 130 ഫോളോവേഴ്സ് ആയിരുന്നു, 130K ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പൊ 403K ഫോളോവേഴ്സിൽ വന്നിക്കാം 3 വീക്സിൽ. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. അർജുൻ എവിടം വരെ പോവും? അർജുൻ എന്തായാലും കപ്പ് കൊണ്ടേ തിരിച്ചു വരും. കപ്പ് കൊണ്ടേ തിരിച്ചു വരൂ, അത് ഉറപ്പ് തന്നിട്ടാ പോയിരിക്കണേ അല്ലേ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അവൻ ഞങ്ങൾക്ക് ആ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതെ, അപ്പം താങ്ക് യു. കുറെ കാര്യങ്ങൾ അർജുനെ പറ്റി എനിക്ക് അറിയാൻ പറ്റി, നമ്മുടെ ഫാൻസിന് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതിൽ അവരും താങ്ക് യു, ഞാൻ താങ്ക് യു. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം,
ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.